നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും. നമ്മുടെ മൊബൈൽ ഫോൺ നമ്മളറിയാതെ ഓരോ ആപ്പുകളും ഒരുപാട് പെർമിഷൻസ് എടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ക്യാമറ പെർമിഷൻ നമ്മളറിയാതെയോ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് അവർക്ക് നിങ്ങളുടെ ക്യാമറ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളറിയാതെ നിങ്ങളുടെ ക്യാമറ അവർ ഓപ്പൺ ചെയ്യും. അതുപോലെ തന്നെ കോൺടാക്റ്റ് ലിസ്റ്റ്, ഗാലറി അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ പെർമിഷൻസും നമ്മൾ കൊടുക്കാറുണ്ട്. പെർമിഷൻ കൊടുക്കുന്നതൊക്കെ അവർ യൂസ് ചെയ്യുകയും ചെയ്യും. പല ആളുകളും പറയാറുണ്ട്, ചില വീഡിയോ കോളുകളൊക്കെ വന്നതിന് ശേഷം ആ വീഡിയോ കോൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കോൺടാക്റ്റിലുള്ള ആളുകൾക്കൊക്കെ അവർ നമ്മളുടെ ന്യൂഡായിട്ടുള്ള ഫോട്ടോ വീഡിയോസുകൾ അയച്ചു കൊടുക്കുന്നുണ്ട് എന്ന്. അത് പ്രധാനമായിട്ട് സംഭവിക്കുന്നത് ഇത്തരത്തിൽ കൊടുക്കുന്ന പെർമിഷൻ അവർ നമ്മുടെ കോൺടാക്റ്റ് ആക്സസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന പെർമിഷൻസ് ഏതൊക്കെയെന്ന് കണ്ടെത്താനും നമ്മളറിയാതെ ഏതൊക്കെ ആപ്പാണ് നമ്മുടെ ഫോണിലുണ്ട് എന്ന് മനസ്സിലാക്കാനൊക്കെ വളരെ ഈസിയായിട്ട് സാധിക്കും. അതൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കേണ്ട സെറ്റിങ്സുകളാണ്. ഏതാണ് നോക്കാം. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ വീഡിയോ മുഴുവനായിട്ട് കാണണം. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. ഇവിടെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാം ആപ്സ് എന്നുള്ളൊരു സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. ചില മൊബൈൽ ഫോണിൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ മാനേജർ എന്നോ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മുകളിൽ തന്നെ കാണാം ആപ്പ് മാനേജ്മെൻറ്റ് എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. നമ്മുടെ ഫോണിലുള്ള മുഴുവൻ ആപ്പുകൾ ഇവിടെ കാണാൻ സാധിക്കും. നമ്മളൊരു ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്പ് എന്തൊക്കെയാണ് പെർമിഷൻസ് എടുക്കുന്നത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പെർമിഷൻ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇവിടെ കാണാം നമുക്ക് എന്തൊക്കെ പെർമിഷൻസ് ആണ് അവരെടുക്കുന്നത്. ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ഗൂഗിൾ ഫയൽസ് എന്നുള്ള ആപ്പ് നമ്മുടെ ഗാലറി പെർമിഷൻ എടുക്കുന്നുണ്ട്, നോട്ടിഫിക്കേഷൻ പെർമിഷൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ചെയ്തു വെക്കാനുള്ളത്, നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പാണെങ്കിലും ചെയ്തു വെക്കാനുള്ളത് ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം പൗസ് ആപ്പ് ആക്ടിവിറ്റി ഇഫ് അൺയൂസ്ഡ് എന്ന് കാണും. ഇതുപോലെ ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഇത് ഓൺ ചെയ്ത് കൊടുക്കണം. കാരണം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഈ ആപ്പ് ഉപയോഗിക്കാത്ത സമയത്ത് നിങ്ങൾ അൺയൂസ്ഡ് ആയിട്ട് കിടക്കുന്ന ഏകദേശം 3 മാസത്തോളമൊക്കെ യൂസ് ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത്ര ആപ്പുകളിലേക്കുള്ള പെർമിഷൻസ് ഓട്ടോമാറ്റിക്കായിട്ട് റിമൂവ് ആയി പോകാനുള്ള സൗകര്യമാണ്. തീർച്ചയായിട്ടും ഇത് നമ്മൾ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ സെറ്റിങ്സുള്ള ആളുകൾ ഇതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ അറിയാതെ ഒരുപാട് ആപ്പുകൾ ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതുപോലെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. വലത് ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ കാണാം ഏറ്റവും മുകളിൽ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ ഏറ്റവും മുകളിൽ മാനേജ് എന്നുള്ള ഓപ്ഷൻ കാണും. ഈ മാനേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കാണാം നിങ്ങൾക്ക് മുകളിൽ ദിസ് ഡിവൈസ് എന്നും അപ്ഡേറ്റ് അവൈലബിൾ എന്നുള്ള ഒരു ടാഗ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ആദ്യത്തിൽ കാണുന്ന ദിസ് ഡിവൈസ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക, നോട്ട് ഇൻസ്റ്റാൾഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് കാണുന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാതെ ഏതോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഒഴിവാക്കിയ ആപ്പുകളാണ് ഇതെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ആപ്പുകളൊക്കെ നമ്മുടെ പെർമിഷൻസ് നേരത്തെ നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. അതൊക്കെ വേണമെങ്കിൽ ഇവിടെ വെച്ചതാ ഇതുപോലെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഓരോന്നും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ഈ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ചോദിക്കും. ഇവിടെ നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്പുകൾ നമ്മളറിയാതെ നമ്മുടെ ഫോണിൽ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തതോ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്തതായിട്ടുള്ള ആപ്പുകൾ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്താലും നമ്മുടെ ഫോണിൽ നിന്ന് അത് റിമൂവ് ആയി പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫയലിൽ അത് കിടക്കുന്നുണ്ട്. അത് ഡിലീറ്റ് ആക്കി കൊടുക്കുക. അപ്പോൾ അത്തരം ആപ്പുകളിലേക്ക് നേരത്തെ കൊടുത്ത പെർമിഷൻസൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ക്രോമിൻ്റെ ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡൗൺലോഡ് എന്നുള്ളൊരു ഭാഗം കാണാൻ സാധിക്കും. ഈ ഡൗൺലോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്ത ആപ്പുകളും വീഡിയോസുകളും ഫോട്ടോസുകളും എല്ലാം ഇവിടെ കാണും. ഗൂഗിൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണും. ഈ സെറ്റിങ്സ് ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻ ചോദിക്കും. ഒന്നാമത്തത് ഏറ്റവും മുകളിൽ കാണുന്ന ഡൗൺലോഡ് ലൊക്കേഷനാണ്. നമ്മൾ എവിടെയാണോ ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അത് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട് ആസ്ക് വേർ ടു സേവ് ഫയൽ. ഇത് ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇതുപോലെ ഓഫ് ആയിരിക്കും. ഇത് ഓൺ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ അറിയാതെ ഏതെങ്കിലും ആപ്പുകളോ മറ്റോ ഡൗൺലോഡ് ആകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോട് ചോദിക്കാതെ ഒരിക്കലും ഡൗൺലോഡ് ആകില്ല. അതുകൊണ്ട് ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. രണ്ടാമത്തെ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ PDF. ഇത് ആവശ്യമുള്ളവർ മാത്രം ഓൺ ചെയ്ത് വെക്കുക. കാരണം നിങ്ങളുടെ ചില PDF ഫയലുകൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓപ്പൺ ചെയ്യാനുള്ള സൗകര്യമാണ്. ആവശ്യമാണെങ്കിൽ മാത്രം ഓൺ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സൗകര്യം രണ്ടാമത്തെ ഭാഗത്ത് കാണുന്ന ഈ ഭാഗം നിങ്ങളുടെ ഫോണിൽ ഓഫ് ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിനകത്തുള്ള നിങ്ങൾ അറിയാതെ കൊടുക്കുന്ന പെർമിഷൻസൊക്കെ നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.